ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ 5ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞു, കൂട്ടുകാർ 6ാം ക്ലാസ്സിലേക്ക് പോവുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ വർഷം പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ കഴിഞ്ഞ വർഷവും നമുക്ക് 5ാം ക്ലാസ്സിലും പുതിയ ടെക്സ്റ്റ് ബുക്കായിരുന്നു. ഇപ്പോൾ 6ാം ക്ലാസ്സിലും പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ അതിലെ ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് പാർട്ട് 1-ൽ 3 യൂണിറ്റുകളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഒന്നാമത്തേത് ഓഫ് മെനി ഹ്യൂസ്, സെക്കൻഡ് വൺ ടുവേർഡ്സ് ന്യൂ ഹൊറിസോൺസ്, തേർഡ് വൺ എംബ്രേസിങ് ഡിഫറൻസസ്. ഓക്കെ, അപ്പോൾ ഓരോ യൂണിറ്റിലും നമുക്ക് 3 പാഠഭാഗമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഓഫ് മെനി ഹ്യൂസ് എന്നുള്ളതാണ് ആദ്യമായിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഇതാണ് ഒന്നാമത്തെ യൂണിറ്റ്. ഹ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളേഴ്സ് എന്നാണ് അർത്ഥം. ഓക്കെ, ഓഫ് മെനി കളേഴ്സ്, ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കളേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മേ ബി വെറൈറ്റീസ് ആയിരിക്കും അല്ലേ. ഒരുപാട് കളേഴ്സ് എന്നതുകൊണ്ട് നമുക്ക് കുറേ കളർ കാണുമ്പോൾ എന്താണ്, ഒരുപാട് വെറൈറ്റിയാണ് അവിടെ കാണുന്നത് അല്ലേ. ഇവിടെ ഒരു പിക്ചർ നോക്കൂ കൂട്ടുകാരെ. ഇവിടെ എന്തൊക്കെയാണ് കാണുന്നത്? ഒരുപാട് കൾച്ചറുകൾ കാണുന്നുണ്ട് അല്ലേ. ഓരോന്നും ഓരോ തരത്തിലുള്ളതാണ്, ഒന്നുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് കൾച്ചറുകളെ കുറിച്ചിട്ടും വെറൈറ്റീസിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന് മനസ്സിലാക്കുക. ഇതിന് താഴെ തന്നിട്ടുണ്ട്, ഇൻ ഡൈവേഴ്സിറ്റി ദർ ഈസ് ബ്യൂട്ടി ആൻഡ് ദർ ഈസ് സ്ട്രെങ്ത്. എന്താണ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബ്യൂട്ടിയാണ് അല്ലേ. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഓരോ സ്റ്റേറ്റിലും ഓരോ ഡിഫറൻസ് ആണുള്ളത് അല്ലേ. എല്ലാം ഒരേപോലെയാണോ? കേരളത്തിലുള്ള പോലെയല്ല തമിഴ്നാട്, അതുപോലെയല്ല കർണാടകയിൽ. അങ്ങനെ തന്നെയാണ് ഓരോന്നിലും ഓരോ ഡൈവേഴ്സിറ്റിയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ അതെല്ലാം അവിടെ ഒരു ബ്യൂട്ടിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദർ ഈസ് സ്ട്രെങ്ത്, അതുപോലെ തന്നെ അവിടെ ഒരു സ്ട്രെങ്ത്തും ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. മായ ആംഗ്ലു പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ കോഡ്സ് ആണ് അവിടെ തന്നിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ദ ഡോർവേ എന്നുള്ള ആ ഒരു ഭാഗത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ കുറച്ച് കുട്ടികൾ ഇരിക്കുന്നുണ്ട് അല്ലേ. അവരെല്ലാവരും കൂടെ എന്തോ ഒന്ന് നോക്കിയിട്ട് പഠിക്കുക, എന്തോ സംതിങ് ചെയ്യാണ്. പക്ഷെ എല്ലാ കുട്ടികളെയും ജസ്റ്റ് ഒന്ന് നിങ്ങൾ റാൻഡംലി ചെക്ക് ചെയ്ത് നോക്കൂ. എല്ലാവരും ഒരേപോലെയാണോ? അല്ല, ഓരോരുത്തരും ഓരോ രീതിയിലാണ് കാണുന്നത്. അവരുടെ ഡ്രസ്സ് ആയിക്കോട്ടെ, അവരുടെ ബോഡി ആയിക്കോട്ടെ, അവരുടെ കളർ ആയിക്കോട്ടെ, എല്ലാം ഡിഫറൻസ് ആയിട്ടാണ് നമുക്കിവിടെ തോന്നുന്നത്. ഇവിടെ 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. വാട്ട് ആർ ദ ചിൽഡ്രൻ ഡൂയിങ്? ഇവിടെ ഈ കുട്ടികൾ എന്താണ് ചെയ്യുന്നത് എന്നാണ് നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത്. എന്താ കൂട്ടുകാരെ കുട്ടികൾ ചെയ്യുന്നത്? ദേ ആർ ഗാദേർഡ് അറൗണ്ട് എ ടേബിൾ അല്ലെ. ഒരു ടേബിളിന് ചുറ്റും അവർ ഇരിക്കുകയാണ്. ലുക്കിംഗ് അറ്റ് എ ഗ്ലോബ് ആൻഡ് ആൻ ഓപ്പൺ ബുക്ക്. അവർ ഒരു ഗ്ലോബിലേക്കും ഒരു തുറന്നു വെച്ച പുസ്തകത്തിലേക്കും നോക്കുന്നുണ്ട്. ദേ ആർ പാർട്ടിസിപ്പേറ്റിംഗ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. അപ്പോൾ നമുക്ക് മനസ്സിലായി അവർ എന്തോ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡു യു തിങ്ക് ദ ചിൽഡ്രൻ ആർ ഫ്രം ദ സെയിം കൺട്രി? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എല്ലാ കുട്ടികളും ഒരേ കൺട്രിയിൽ നിന്നാണ് വരുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്താ തോന്നുന്നത്? അല്ല അല്ലേ. നോ, ദേ ആർ ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ്. അവർ ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്നാണ് വരുന്നത്. ദേ സ്കിൻ, കളർ, ഡ്രസ്സിങ് സ്റ്റൈൽസ് ആർ ഡിഫറെൻറ്റ്. അവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ ആയിക്കോട്ടെ, കളർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ സ്കിൻ ആയിക്കോട്ടെ, എല്ലാം ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് അവിടെ തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളവർ ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ചാപ്റ്ററിലേക്കാണ്. ഫസ്റ്റ് ചാപ്റ്റർ ആണ് വെൻ യു മൂവ് ടു അനദർ കൺട്രി ദ ഫ്ലോ ഓഫ് ലൈഫ് ചേഞ്ചസ്. ഇപ്പോൾ നമ്മൾ കേരളത്തിലാണ്, നമ്മൾ അവിടെ നിന്നും വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ, ഒരു കൺട്രിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ ഒരുപാട് ചേഞ്ചസ് വരും. അവിടെ എന്താണോ ഉള്ളത് അതേപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മൾ മാറും. വാട്ട് കുഡ് ബി ദ ഡിഫറൻസ് യു മൈറ്റ് ഫീൽ വെൻ യു മൂവ് ടു എ ന്യൂ പ്ലേസ്? നിങ്ങൾ അതേപോലെ ഒരു ന്യൂ പ്ലേസിലേക്ക് പോവുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും നിങ്ങൾക്ക് ഡിഫറൻസ് തോന്നുന്നത് അല്ലേ. നമുക്ക് ഒരുപാട് ഡിഫറൻസ് തോന്നാൻ ചാൻസ് ഉണ്ട്. അവിടെ ഡ്രസ്സിങ് സ്റ്റൈല്, അതുപോലെ തന്നെ അവിടുത്തെ കൾച്ചർ അല്ലേ. നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടുത്തെ കൾച്ചർ എന്താണോ അതായിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നത്. കുറേയൊക്കെ നമ്മൾ ഫോളോ ചെയ്യും, പക്ഷെ കുറേ നമ്മുടെ കൾച്ചർ നമ്മൾ കൊണ്ടുവരികയും ചെയ്യും. അതുപോലെ തന്നെ അവിടുത്തെ ഫുഡ് അല്ലേ, അതൊക്കെ നമ്മൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഹിയർ ഈസ് എ സ്റ്റോറി ഓഫ് എ ഗേൾ ഹു മൂവ്ഡ് എ ന്യൂ കൺട്രി. ഇവിടെ ഒരു പെൺകുട്ടി ഒരു പുതിയ കൺട്രിയിലേക്ക് പോയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ സ്റ്റോറിയാണ് ഇവിടെ പറയുന്നത്. ദ പ്ലേസ് വാസ് വെരി ഡിഫറെൻറ്റ് ഫ്രം വേർ ഷീ യൂസ്ഡ് ടു ലീവ് ബിഫോർ. അവൾ മുന്നേ എവിടെയാണോ താമസിച്ചിരുന്നത് അതിൽ നിന്നും ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിലാണ് അവൾ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ഉണ്ടായ അവളുടെ എക്സ്പീരിയൻസുകളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്റ്റോറിയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. നെയിംസ് ആൻഡ് നെയിംസ് എന്താണ് ചാപ്റ്ററിൻ്റെ പേര്? നെയിംസ് ആൻഡ് നെയിംസ് എന്നുള്ളതാണ്. നെയിം എന്ന് പറഞ്ഞാൽ പേരുകൾ അല്ലേ. അപ്പോൾ പേരുകളെ കുറിച്ചിട്ടുള്ള എന്തോ ഒരു പാഠമാണ്, നമുക്ക് വായിക്കാം.
Kunji Chirida stood at the gate, gazing at the street. She loved to look at passing vehicles and pedestrians. എന്താ പറയുന്നത്? കുഞ്ഞിച്ചിരുത എന്നാണ് ഈ ഒരു ക്യാരക്ടറിൻ്റെ, ഈ ഒരു സ്റ്റോറിയിലെ ക്യാരക്ടറിൻ്റെ പേര്. അപ്പോൾ കുഞ്ഞിച്ചിരുത എവിടെയാണ് നിൽക്കുന്നത്? ഗേറ്റിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ഗെയ്സിങ് എന്ന് പറഞ്ഞാൽ ലുക്കിംഗ് എന്നാണ് അർത്ഥമാക്കുന്നത്. ഓക്കെ, അവള് അങ്ങനെ തുറിച്ചു നോക്കുന്നുണ്ട്. എങ്ങോട്ട്? അറ്റ് ദ സ്ട്രീറ്റിലേക്ക് തുറിച്ചു നോക്കുന്നുണ്ട്. ഷീ ലവ് ടു ലുക്ക് അറ്റ് പാസിംഗ് വെഹിക്കിൾസ് ആൻഡ് പെഡസ്ട്രിയൻസ്. അപ്പോൾ അവിടെ പോകുന്ന വണ്ടികളെയും അതുപോലെ തന്നെ പെഡസ്ട്രിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാൽനട യാത്രക്കാർ, അവരൊക്കെ പോകുന്നത് അവൾക്ക് ഇങ്ങനെ കണ്ടു നിൽക്കാൻ വളരെ ഇഷ്ടമാണ്. ഇറ്റ് വാസ് ദ എൻഡ് ഓഫ് വിന്റർ. ഇതിവിടെ എന്താണ്? അവൾ നിൽക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ വിന്ററിന്റെ എൻഡാണ്. വിന്റർ ഏകദേശം അവസാനിക്കാനായ സമയമാണ്. ദ എയർ വാസ് വാർമിംഗ് അപ്പ്. അപ്പോൾ ആ സമയത്ത് എന്താണ്? വിന്റർ എന്ന് പറഞ്ഞാൽ തണുപ്പ് അല്ലേ, തണുപ്പ് സമയമാണ്. അപ്പോൾ തണുപ്പ് ഇങ്ങനെ അവസാനിക്കുന്ന സമയത്ത് ചെറിയൊരു നല്ല ഒരു എയറൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ബട്ട് ദർ വാസ് സ്റ്റിൽ ദ ഒക്കേഷണൽ കോൾഡ് വിൻഡ്. അപ്പോൾ എന്താണ്? ഒക്കേഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയുള്ള പോലെ തന്നെ ഒരു ചെറിയ കോൾഡ് വിൻഡൊക്കെ അവിടെ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. വിന്റർ പോവുകയാണെങ്കിൽ പോലും അവിടെ ചെറിയ ഒരു തണുപ്പ് അല്ലെങ്കിൽ ചെറിയ ഒരു നേരിയ കാറ്റൊക്കെ എപ്പോഴും ഉണ്ട്. ഇറ്റ് ഹാഡ് ബീൻ കോൾഡ് വിന്റർ ഇൻ ന്യൂ ജേഴ്സി. ഇത് ന്യൂ ജേഴ്സിയിലെ ഒരു കോൾഡ് വിന്റർ സമയമാണ്. ഇറ്റ് വാസ് ഓൺലി 5. ഇതെന്താണ്? ഒരു 5 മണിയാണ്. ബട്ട് നൈറ്റ് ഹാഡ് ഫോളൻ. പക്ഷേ 5 മണിയാണെങ്കിൽ പോലും രാത്രി ഇങ്ങനെ വീഴാനായി നിൽക്കുന്ന ഒരു സമയമാണെന്നാണ് പറയുന്നത്. അപ്പോൾ വിന്റർ ആയി കഴിഞ്ഞാൽ വിന്റർ ഉള്ള സ്ഥലങ്ങളിലൊക്കെ, നമ്മുടെ കേരളത്തിൽ നമുക്ക് അത്രയും ഫീൽ ചെയ്യില്ല, പക്ഷെ ബാക്കിയുള്ള കൺട്രീസിലൊക്കെ വിന്റർ ആയി കഴിഞ്ഞാൽ രാത്രി പെട്ടെന്ന് ആവും. 5 മണി അല്ലെങ്കിൽ 4:30 സമയത്തൊക്കെ വിന്റർ ആവും. സമ്മർ ആവുമ്പോൾ നേരെ ഓപ്പോസിറ്റും ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻസ് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദ വെരി ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ് അക്രോസ് സീസൺ ഹാഡ് പസിൽഡ് കുഞ്ഞിച്ചിരുത. പക്ഷെ എന്താണ്? ഈ ഒരു സീസൺ ഇങ്ങനെ മാറുമ്പോൾ രാത്രിയും പകലും എന്നുള്ളത് അവൾക്ക് വളരെയധികം കൺഫ്യൂഷൻ ആക്കുന്ന അല്ലെങ്കിൽ വളരെയധികം കുഴപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. വെൻ ഷി അറൈവ്ഡ് ഇൻ ജൂലൈ. ആക്ച്വലി അവിടെ എത്തിയത് എപ്പോഴാണ്? ജൂലൈയിൽ ആണ് അവിടെ എത്തിയിട്ടുള്ളത്. ദ സൺസെറ്റ് ഓൺലി അറ്റ് 8:30. അപ്പോൾ ആ സമയത്ത് അവിടെ സൺസെറ്റ് എന്ന് പറയുന്നത് 8:30 8:30 മണിക്കാണ് സൺസെറ്റ് സംഭവിച്ചിരുന്നത്. ദ ഡേ വാസ് മോർ ദാൻ 15 hours ലോങ്. രാത്രി പകൽ എന്ന് പറയുന്നത് ഒരു 15 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നതായിരുന്നു. നൗ ദ സൺസെറ്റ് എ ലിറ്റിൽ ബിഫോർ 5. പക്ഷെ ഇപ്പോൾ സൺസെറ്റ് എന്ന് പറയുന്നത് അതിനേക്കാൾ 5 മണിക്കൂർ മുന്നെയാണ്. ആൻഡ് ദ ഡേ ലാസ്റ്റഡ് ഓൺലി എ ലിറ്റിൽ ലെസ് ദാൻ 10 hours. പക്ഷെ ഇപ്പോൾ ഡേ എന്ന് പറയുന്നത് ഒരു 10 മണിക്കൂറൊക്കെ ആയി ചുരുങ്ങിയിട്ടുണ്ട്. അതാണ് ടീച്ചർ ആദ്യം പറഞ്ഞത്. വിന്റർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? വിന്ററിൽ രാത്രി കൂടുതലായിരിക്കും, പകല് കുറവായിരിക്കും. സമ്മറിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ കുഞ്ഞിച്ചിരുതയുള്ള ഈ ന്യൂ ജേഴ്സിയിലും അതേ ഒരു സംഭവം തന്നെയാണ് നിലനിൽക്കുന്നത്. ദെൻ കുഞ്ഞിച്ചിരുത വാസ് സ്റ്റാർട്ടിൽഡ്. അപ്പം എന്താണ്? അപ്പോൾ ആ സമയത്താണ് അവിടെ കുഞ്ഞിച്ചിരുത എന്ന് വിളിച്ചത്. അപ്പോൾ ആ സമയത്ത് അവൾ എന്തായിരുന്നു? അവൾ സ്റ്റാർട്ടിൽഡ്. അവൾ വളരെയധികം പെട്ടെന്ന് ആരോ ഒന്ന് വിളിച്ചപ്പോൾ അവൾ എന്താണ്? ഒന്ന് ഞെട്ടുന്ന പോലെ ഞെട്ടിപ്പോയി. ദാറ്റ് വാസ് കേറ്റ്. അപ്പോഴാണ് അവൾ നോക്കിയപ്പോൾ അത് ആരാണ്? കേറ്റ് ആണ്. ഹെർ ക്ലാസ്മേറ്റ്സ്. കേറ്റ് ആരാണ്? അവളുടെ ക്ലാസ്മേറ്റ് ആണ്. ഷീ ലിവ്ഡ് ജസ്റ്റ് അക്രോസ് ദ സ്ട്രീറ്റ്. കേറ്റ് താമസിക്കുന്നത് അവളുടെ സ്ട്രീറ്റിന്റെ തൊട്ടപ്പുറത്തായിട്ടാണ് താമസിക്കുന്നത്. ഓ നോട്ട് അഗെയിൻ. അപ്പം എന്താണ്? നമുക്കറിയാം ഈ കുഞ്ഞിച്ചിരുത എന്നുള്ളത് നമുക്ക് കേരളത്തിൽ മാത്രം അല്ലെങ്കിൽ നമ്മൾ മലയാളികളുടെ ഒരു പേരാണ് ഇത്തരത്തിലുള്ളത്. അപ്പം നമ്മൾ പറയുന്ന പല വാക്കുകളും പുറത്തുള്ള ആളുകൾക്ക് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം ഇതേപോലെ തന്നെ കേറ്റിനും ഈ കുഞ്ഞിച്ചിരുത എന്നുള്ള പേര് ശരിക്കും പ്രൊനൗൺസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ ഇവള് വിളിച്ചപ്പോൾ നമ്മുടെ കുഞ്ഞിച്ചിരുത പറയാണ് ഓ നോട്ട് അഗെയിൻ. വീണ്ടും എന്താണ്? വീണ്ടും ഇതേ മിസ്റ്റേക്ക് പറ്റി എന്നുള്ള രീതിയിൽ പറയാണ്. കുഞ്ഞിച്ചിരുത സെഡ് ടു ഹെർ സെൽഫ് അണ്ടർ ഹെർ ബ്രീത്ത്. അപ്പോൾ ഒരു ബ്രീത്ത് എടുത്തുകൊണ്ട് കുഞ്ഞിച്ചിരുത പറയാണ് വീണ്ടും തെറ്റിച്ച് അല്ലെങ്കിൽ വീണ്ടും പറഞ്ഞു എന്നുള്ളത് അവളോട് തന്നെ പറയാണ്. വെൻ വിൽ ഷീ ലേൺ ടു പ്രൊനൗൺസ് മൈ നെയിം റൈറ്റ്. എപ്പോഴാണ് ഇവൾ എൻ്റെ പേര് ശരിക്കും ഒന്ന് പറയാൻ വേണ്ടി പഠിക്കുക? ദിസ് വാസ് ഹെർ 6th month അറ്റ് സ്കൂൾ. അപ്പോൾ ഇത് അവളുടെ സ്കൂളിലെ 6ാമത്തെ മാസമാണ്. ബാക്ക് ഇൻ കേരള ഷീ ഹാഡ് ഓൺലി ലേൺ സം ഇംഗ്ലീഷ് റൈംസ് അറ്റ് പ്ലേ സ്കൂൾ. അപ്പോൾ ആക്ച്വലി അവൾ സ്കൂളിൽ നിന്നും നമുക്കറിയാം കേരളത്തിൽ നമ്മൾ ഒരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കൽ വളരെ കുറവാണ് അല്ലേ. അപ്പോൾ അവളും ഇതേപോലെ തന്നെ
നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും ജസ്റ്റ് ഇംഗ്ലീഷിന്റെ റെയിംസ് മാത്രം പ്ലേ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഷീ ഹാഡ് പിക്ഡ് അപ്പ് ഇംഗ്ലീഷ് വിത്ത് ആൻ അമേസിംഗ് സ്പീഡ്. പക്ഷെ അവൾ ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷൊക്കെ പിക്കപ്പ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഹെർ ക്ലാസ്മേറ്റ് ആൻഡ് ടീച്ചേഴ്സ് വെർ വെരി കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവളുടെ ക്ലാസ്മേറ്റ്, അവളുടെ ഫ്രണ്ട്സൊക്കെ അതേപോലെ തന്നെ ടീച്ചേഴ്സും അവളെ വളരെ കൈൻഡോട് കൂടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഷീ did not feel a stranger at all at the school. അപ്പോൾ അവൾക്ക് ഒരിക്കലും സ്കൂളിൽ ഒരു സ്ട്രേഞ്ചർ ആയിട്ട്, അല്ലെങ്കിൽ എനിക്ക് ലാംഗ്വേജ് അറിയില്ല, അല്ലെങ്കിൽ ഞാനൊരു പുതിയ പ്ലേസിലാണ് എന്നുള്ള ഫീലിങ്സ് ഒന്നും അവൾക്ക് ഉണ്ടായിട്ടില്ല. മിസ്റ്റർ ഹോപ്കിൻസ് ഹു ടോട്ട് മാത്തമാറ്റിക്സ് വെന്റ് ഔട്ട് ഓഫ് ദ വേ ടു മേക്ക് ഹർ കംഫർട്ടബിൾ. അപ്പോൾ മിസ്സിസ് ഹോപ്കിൻസ് അവളുടെ മാത്ത് ടീച്ചറാണ്. അതും വളരെ നന്നായിട്ട് തന്നെ വളരെ കംഫർട്ടബിൾ ആയ രീതിയിൽ അവളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ദ ഓൺലി തിങ് ദാറ്റ് അപ്സെറ്റ് ഹെർ വാസ് ദ വേ ഹെർ ക്ലാസ്മേറ്റ്സ് പ്രൊനൗൺസ് ഹെർ നെയിം. പക്ഷെ ആകെ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആർക്കും അവളുടെ പേര് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളത് മാത്രം. ഈവൻ മിസ്സിസ് ഹോപ്കിൻസ് ഫൗണ്ട് ഹെർ നെയിം ഡിഫിക്കൽട്ട് ടു പ്രൊനൗൺസ്. എന്തിനു പറയുന്ന അവളുടെ മാത്സ് ടീച്ചർക്ക് പോലും അവളുടെ പേര് ശരിക്കായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഷി ഡിഡ് ട്രൈ ദോ. അവരെ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ നടക്കുന്നില്ല. എന്നിരുന്നാലും പക്ഷെ നടക്കുന്നില്ല. ഷി മാനേജ് ടു ഗെറ്റ് ദ ലാസ്റ്റ് പാർട്ട് റൈറ്റ്. പക്ഷെ പേരിന്റെ ലാസ്റ്റ് പാർട്ട് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ലാസ്റ്റ് ചിരുത എന്നുള്ളത് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്, പക്ഷെ കുഞ്ഞി എന്നുള്ളതാണ് പറയാൻ വേണ്ടി പറ്റാത്തത്. ബട്ട് ഷി സ്റ്റിൽ ഫൗണ്ട് ദ ഫസ്റ്റ് പാർട്ട് എ ടങ് ട്വിസ്റ്റർ. പക്ഷെ ഫസ്റ്റ് പാർട്ട് ടങ് ട്വിസ്റ്റർ ആയിട്ട് നിൽക്കുകയാണ്. ടങ് ട്വിസ്റ്റർ എന്ന് പറഞ്ഞാൽ നാവ് ഇങ്ങനെ കുഴപ്പിക്കുന്ന രീതിയിലാണ് കുഞ്ഞി എന്നവർ പറയുന്നത്. അവർക്ക് അത് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഹായ് കൈറ്റ്, കുഞ്ഞിച്ചിരുത വേവ്ഡ് ബാക്ക്. അപ്പോൾ ആ സമയത്ത് ഇവള് ജസ്റ്റ് സ്കൂളിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചതാണ്. അതിന്റെ മുന്നേ കേറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതിനു വേണ്ടി കേറ്റിന് ഹായ് കേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിച്ചിരുത അവളുടെ കൈ ഒന്ന് വീശുകയാണ്. കേറ്റ് വാസ് ഗോയിങ് ഷോപ്പിംഗ് വിത്ത് ഹെർ ഹാൻഡ്. അപ്പൊ കേറ്റ് എന്താ ചെയ്യുന്നത്, അവളുടെ ഹാൻഡിന്റെ കൂടെ ഷോപ്പിങ്ങിന് പോവുകയാണ്. ദർ വർ 24 സ്റ്റുഡൻസ് ഇൻ ഗ്രേഡ് 1. അപ്പൊ ഗ്രേഡ് 1 24 കുട്ടികളാണ് ഉള്ളത്. കുഞ്ഞിച്ചിരുത വാസ് നോട്ട് ദ ഓൺലി നോൺ അമേരിക്കൻ സ്റ്റുഡൻറ് ഇൻ ഹെർ ക്ലാസ്. അപ്പോൾ കുഞ്ഞിച്ചിരുത മാത്രമല്ല അവളുടെ ക്ലാസ്സിൽ നോൺ അമേരിക്കൻ സ്റ്റുഡൻസ് ആയിട്ടുള്ളത്, വേറെയും കുട്ടികൾ ഉണ്ട്. ഇൻ ഫാക്ട് നിയർലി ഹാഫ് ദ സ്റ്റുഡൻസ് ബിലോങ്ഡ് ടു എമിഗ്രന്റ് ഫാമിലീസ്. അപ്പോൾ അതിലെ പകുതി കുട്ടികളും എമിഗ്രന്റ് ഫാമിലീസിൽ നിന്ന് വരുന്നതാണ്. എമിഗ്രന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോവുക. അപ്പോൾ അവിടെ നമ്മൾ എമിഗ്രന്റ് ആയിട്ടുള്ള ആളുകളാണ്, കുടിയേറ്റം ചെയ്ത ആളുകളാണ്. അപ്പോൾ അത്തരത്തിൽ എമിഗ്രന്റ് ചെയ്ത ഫാമിലീസിലെ കുട്ടികളായിരുന്നു അവിടെ പകുതിയോളം ഉണ്ടായിരുന്നത്. ദർ വർ സ്റ്റുഡൻറ് ഫ്രം കാനഡ, മെക്സിക്കോ, ഇറ്റലി, ദ UAE, ഈജിപ്ത് ആൻഡ് ചൈന. പ്രധാനമായിട്ടും അവിടെ കാനഡ, മെക്സിക്കോ, ഇറ്റലി, UAE, ഈജിപ്ത്, ചൈന ഇവിടെ നിന്നുള്ള കുട്ടികളായിരുന്നു. കുഞ്ഞിച്ചിരുത വാസ് ദ ഓൺലി ഇന്ത്യൻ. അപ്പോൾ കുഞ്ഞിച്ചിരുത മാത്രമേ അവിടെ ഇന്ത്യൻ ആയിട്ടുള്ള കുട്ടികളുള്ളൂ, ബാക്കിയെല്ലാം വേറെ കൺട്രിയിലെ കുട്ടികളാണ്. കുഞ്ഞിച്ചിരുത ഹാഡ് കം അക്രോസ് മെനി ഇന്ത്യൻസ് ഓൺ ദ സ്ട്രീറ്റ്സ്. പക്ഷേ കുഞ്ഞിച്ചിരുത ആ ഒരു സ്ട്രീറ്റിൽ കുഞ്ഞിച്ചിരുത മാത്രമല്ല ഇന്ത്യൻ ആയിട്ടുള്ളത്, വേറെയും ആളുകൾ ഉണ്ടായിരുന്നു. ഷി ഹാഡ് എ പ്ലസന്റ് സർപ്രൈസ് വെൻ ഷി മെറ്റ് പ്രകാശ്. അവൾക്ക് ഏറ്റവും വലിയ പ്ലസന്റ് ആയിട്ടുള്ള ഒരു സർപ്രൈസ് ആയിരുന്നു പ്രകാശിനെ കണ്ടുമുട്ടിയത്. പ്രകാശ് റാൻ എ കോൺഫെക്ഷണറി നിയർ ഹെയർ സ്കൂൾ. അപ്പോൾ കോൺഫെക്ഷണറി എന്ന് പറഞ്ഞാൽ മധുരപലഹാരമൊക്കെ വിൽക്കുന്ന അത്തരത്തിലുള്ള ഒരു കടയിലുള്ള ആളാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരാളായിരുന്നു പ്രകാശ് എന്ന് പറയുന്നത്. അവിടെ സ്കൂളിന്റെ അടുത്ത് തന്നെ ഉള്ള ആളായിരുന്നു. കുഞ്ഞിച്ചിരുത തോട്ട് ഹി ലുക്ക്ഡ് എ റിമാർക്കബിളി ലൈക്ക് ഹെർ അങ്കിൾ ഹാരിഷ്. അപ്പോൾ അവൾക്ക് പെട്ടെന്ന് ഈ പ്രകാശിനെ കണ്ടപ്പോൾ അവളുടെ അങ്കിൾ ആയിട്ടുള്ള ഹാരിഷിനെ പോലെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഓൺലി പ്രകാശ് ലുക്ക്ഡ് എ ലോട്ട് ഓൾഡർ. അപ്പോൾ പ്രകാശ് എന്ന് പറയുന്നത് കുറച്ച് വയസ്സായിട്ടുള്ള ഒരാളായിരുന്നു. നമുക്ക് കാണുമ്പോൾ കുറച്ച് പ്രായം തോന്നിക്കുന്ന ഒരാളാണ്. ഓൾമോസ്റ്റ് ആസ് ഓൾഡ് ആസ് മുത്തശ്ശൻ. അവളുടെ മുത്തശ്ശനെ പോലെ ഏകദേശം ഒരു പ്രായമായിട്ടുള്ള ഒരാൾ തന്നെയാണ് പ്രകാശൻ എന്ന് പറയുന്നത്. ഈ ഹാഡ് ഗേസ്ഡ് ക്യൂരിയസ്ലി അറ്റ് ഹെർ ദ ഫസ്റ്റ് ടൈം ഷീ ബോട്ട് സം കാൻഡി ഫ്രം ദ സ്റ്റോർ. അപ്പോൾ അവള് വളരെ ക്യൂരിയസോട് കൂടിയിട്ട് അദ്ദേഹത്തെ നോക്കുകയാണ് ചെയ്യുന്നത്. ഗേസർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇങ്ങനെ തുറിച്ച് അല്ലെങ്കിൽ നല്ല ക്യൂരിയസ് ആയിട്ട് നോക്കുന്നതിനെ പറയുന്നതാണ്. അപ്പം അങ്ങനെയാണ് അവൾ അദ്ദേഹത്തെ നോക്കിയിട്ടുണ്ടായിരുന്നത്. അവൾ ആദ്യം അവിടെ നിന്നും കുറച്ച് ക്യാൻഡീസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. Then all her classmates called him Mr. Prakash. കുഞ്ഞിച്ചിരുത തോട്ട് ഇറ്റ് റൂഡ്. അപ്പോൾ അവളുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും അദ്ദേഹത്തെ വിളിക്കുന്നത് മിസ്റ്റർ പ്രകാശ് എന്നാണ്. പക്ഷെ കുഞ്ഞിച്ചിരുതക്ക് അത് വളരെ റൂഡായിട്ട് ഇങ്ങനെയൊക്കെ വിളിക്കാൻ പാടോ, കുറച്ച് പ്രായമുള്ള ആളല്ലേ, അപ്പോൾ ഇങ്ങനെയൊക്കെ വിളിക്കാൻ പറ്റുമോ എന്നുള്ള ഒരിതായിരുന്നു അവൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും
പേരിൻ്റെ കൂടെ അങ്കിൾ എന്നോ അല്ലെങ്കിൽ മറ്റോ എന്നും ചേർക്കാറില്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ പ്രകാശ് ഏട്ടൻ എന്നൊക്കെ പറയില്ല, പക്ഷെ നമ്മൾ പുറത്ത് മിസ്റ്റർ പ്രകാശ് അല്ലെങ്കിൽ മിസ്റ്റർ എന്നാണ് എത്രയും പ്രായമായ ആളായിക്കോട്ടെ അവരുടെ പേരിൻ്റെ കൂടെ ചേർക്കാറുള്ളൂ. അപ്പോൾ അത് കേട്ടപ്പോൾ കുഞ്ഞിച്ചിരുതക്ക് വളരെയധികം മോശമായിട്ട് തോന്നുകയാണ്. ഇത് വളരെ റൂഡല്ലേ, ഇത്രയും പ്രായം ചെന്ന ഒരാളെ ഇങ്ങനെ പേര് വിളിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ് അവൾക്ക് മനസ്സിൽ തോന്നിയത്. ബാക്ക് ഹോം കേരള ഷീ വുഡ് ഹാവ് കോൾഡ് ഹിം പ്രകാശ് അങ്കിൾ. അപ്പോൾ അവൾ വിചാരിക്കുകയാണ് കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ പ്രകാശ് അങ്കിൾ എന്നെങ്കിലും വിളിക്കാമായിരുന്നു. ദ നെക്സ്റ്റ് ടൈം ഷീ വെന്റ് ടു ദ സ്റ്റോർ പ്രകാശ് പാറ്റേർഡ് ഹെർ അഫെക്ഷനേറ്റ്ലി ഓൺ ഹെർ ഹെഡ്. അപ്പോൾ പിന്നെ ഒരു ദിവസം ആ ഒരു സ്റ്റോറിലേക്ക് പോയപ്പോൾ പ്രകാശ് എന്ത് ചെയ്തു, നമ്മൾ സ്നേഹത്തോടൊക്കെ കുഞ്ഞു കുട്ടികളൊക്കെ ഇങ്ങനെ തലോടില്ലേ, പാറ്റേർഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തലോട്, അവളുടെ തലയിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തലോടി. വാട്ട് ഡു പീപ്പിൾ കോൾ യു ഡിയർ. അപ്പോൾ പ്രകാശ് ചോദിക്കുകയാണ് എല്ലാവരും നിന്നെ എന്താ വിളിക്കുക എന്ന് ചോദിക്കുകയാണ്. അപ്പം നമ്മൾ വാട്ട് ഈസ് യുവർ നെയിം, നിന്റെ പേരെന്താ എന്ന് ഡയറക്റ്റ് ചോദിക്കുന്നതിന് പകരം ചോദിക്കുന്ന ഒരു വേ ആണ് എല്ലാവരും നിന്നെ എന്താണ് വിളിക്കുക. അപ്പോൾ കുഞ്ഞിച്ചിരുത എന്ത് പറഞ്ഞു, കുഞ്ഞിച്ചിരുത എന്ന് പറഞ്ഞു. പ്രകാശ് ഐസ് വൈഡൻഡ്. കുഞ്ഞിച്ചിരുത. അപ്പോൾ പ്രകാശിൻ്റെ മുഖം എന്താണ്, ഒന്നും കൂടെ ഇങ്ങനെ കണ്ണൊക്കെ തുറച്ചിട്ട് കുഞ്ഞിച്ചിരുത എന്ന് പറഞ്ഞു. കുഞ്ഞിച്ചിരുത വാസ് ഡിലൈറ്റഡ്. അപ്പോൾ കുഞ്ഞിച്ചിരുതക്ക് ആ സമയത്ത് എന്ത് തോന്നി, വളരെയധികം സന്തോഷം തോന്നി. എന്തുകൊണ്ടാണ്, പ്രകാശ് അങ്കിൾ വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ഔട്ട്സൈഡ് ഹെർ ഫാമിലി ടു പ്രൊനൗൺസ് ഹെർ നെയിം പെർഫെക്റ്റ്ലി ഇൻ ന്യൂ ജേഴ്സി. അപ്പോൾ ഈ ന്യൂ ജേഴ്സിയിൽ വന്നിട്ട് അവളുടെ പേര് അവളുടെ ഫാമിലിയിലല്ലാത്ത പുറത്ത് നിന്നൊരാൾ ആദ്യമായിട്ടാണ് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ അവൾക്ക് വളരെയധികം സന്തോഷം തോന്നുകയാണ് ചെയ്യുന്നത്. ഷീ നോഡഡ് ഹെർ ഹെഡ് ആൻഡ് ബീംഡ് അറ്റ് ഹിം. അപ്പോൾ അതേ എന്നുള്ള രീതിയിൽ അവളൊന്ന് ജസ്റ്റ് തലകുലുക്കി. പ്രകാശ് സഡൻലി സ്വിച്ച് ഓവർ ടു മലയാളം. അപ്പോൾ പെട്ടെന്നാണ് പ്രകാശ് എന്ത് ചെയ്തത്, അയാളുടെ സംസാരം ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് മാറ്റിയത്. ഡു ചിൽഡ്രൻ സ്റ്റിൽ ഹാവ് നെയിംസ് ലൈക്ക് കുഞ്ഞിച്ചിരുത, ഹി വോണ്ടേഡ് അലൗഡ്. അപ്പോൾ അദ്ദേഹം കുറച്ച് സൗണ്ടിൽ ചോദിച്ചു, ഇപ്പോഴും ഉണ്ടോ ഈ കുഞ്ഞിച്ചിരുത എന്നൊക്കെ പേര് ഇപ്പോഴും കുട്ടികൾക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു. പ്രകാശ് വാസ് നോട്ട് ദ ഫസ്റ്റ് പേഴ്സൺ ടു വണ്ടർ അബൌട്ട് കുഞ്ഞിച്ചിരുതാസ് നെയിം. അപ്പോൾ പ്രകാശ് അല്ല ആദ്യമായിട്ട് കുഞ്ഞിച്ചിരുതയുടെ പേര് കേട്ടപ്പോൾ ഇത്തരത്തിൽ വണ്ടറായി പോയിട്ടുള്ളത്. ഷീ ഹാഡ് ഫേസ്ഡ് ദ ക്വസ്റ്റ്യൻ സെവറൽ ടൈം ആഫ്റ്റർ ഷീ ബിക്കേം ഓൾഡ് ഇനഫ് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. അപ്പോൾ അവൾ ഇത്തരത്തിൽ ഒരുപാട് ആളുകളിൽ നിന്നും ഇതേ സെയിം ക്വസ്റ്റ്യൻ ഒരുപാട് തവണ അവൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടൊന്നല്ല കേൾക്കുന്നത്. ഓഫ് കോഴ്സ് ഷീ നോ വെരി വെൽ ഹൗ ഷീ ഗോട്ട് ഹെർ നെയിം. അപ്പോൾ അവൾക്ക് അറിയാമായിരുന്നു എങ്ങനെയാണ് അവൾക്ക് ഈ ഒരു പേര് കിട്ടിയിട്ടുള്ളത് എന്ന് ശരിക്കും അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. So she told him about her great-grandmother who became a school teacher at the age of 18. അപ്പോൾ 18 വയസ്സിൽ സ്കൂൾ ടീച്ചറായിട്ടുള്ള അവരുടെ ഗ്രേറ്റ് ഗ്രാൻഡ് മദറിനെ കുറിച്ചിട്ട് അപ്പോൾ അദ്ദേഹത്തോട് അവൾ പറഞ്ഞു. ഷീ ഹാഡ് ഓൺലി സീൻ എ ഫേഡിംഗ് ഫോട്ടോഗ്രാഫ് ഓഫ് ഹെർ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ. അപ്പോൾ അവൾ ശരിക്കും ഈ ഗ്രേറ്റ് ഗ്രാൻഡ് മദറിൻ്റെ ശരിക്കുള്ള ഫോട്ടോ ഒന്നും കണ്ടിട്ടില്ല, ഒന്ന് ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു ഫോട്ടോഗ്രാഫ് മാത്രമേ അവൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും കുഞ്ഞിച്ചിരുത എന്നുള്ള പേര് കിട്ടിയിട്ടുള്ളത് മേ ബി ആ ഒരു ഗ്രേറ്റ് ഗ്രാൻഡ് മദറിൽ നിന്ന് ആയിരിക്കും, അവരുടെ പേരായിരിക്കും ഈ ഒരു കുട്ടിക്ക് ഇട്ടിട്ടുണ്ടാവുക. ദെൻ കുഞ്ഞിച്ചിരുത ലേറ്റർ learned from Amma that Prakash belonged to a village not from her town. അപ്പോൾ അതിനുശേഷമാണ് കുഞ്ഞിച്ചിരുത അവളുടെ അമ്മയിൽ നിന്ന് മനസ്സിലാക്കിയത് പ്രകാശ് എന്ന് പറയുന്നത് അവരുടെ ടൗണിൽ അല്ലെങ്കിൽ അവരുടെ വില്ലേജിനെ തൊട്ടടുത്തുള്ളതാണ്, കുറേ ദൂരമൊന്നും ഉള്ളതല്ല, തൊട്ടടുത്തുള്ള ഒരാളാണെന്ന് കുഞ്ഞിച്ചിരുത മനസ്സിലാക്കി. He had arrived in America almost half a century ago. അപ്പോൾ അദ്ദേഹം അമേരിക്കയിൽ എത്തിയിട്ട് ഏകദേശം ഒരു ഹാഫ് സെഞ്ചുറി ആയിട്ടുണ്ട്. A few days before the spring break, a girl named Antonita took admission in കുഞ്ഞിച്ചിരുതാസ് ക്ലാസ്. അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം, സ്പ്രിംഗ് ബ്രേക്ക് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവളുടെ ക്ലാസ്സിലേക്ക് ഒരു പുതിയ കുട്ടി കൂടെ അഡ്മിഷൻ എടുത്തു. ആരാണത്? ഓൻറ്റിനെറ്റ് ആണ്. ഓക്കെ, ഷീ വാസ് ഫ്രം എ സിറ്റി കോൾഡ് എ മാർസലീസ് ഇൻ ഫ്രാൻസ്. അപ്പോൾ ഫ്രാൻസിൽ നിന്നുള്ള മാർസലീസ് എന്നുള്ള ഒരു സിറ്റിയിൽ നിന്നാണ് അവൾ വരുന്നത്. ഹെർ മദർ വാസ് വർക്കിംഗ് ഇൻ എ മൾട്ടിനാഷണൽ കമ്പനി. അപ്പോൾ അവളുടെ അമ്മ വർക്ക് ചെയ്യുന്നത് ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലാണ്. ഷീ വാസ് ഗിവൺ എ ന്യൂ പ്രൊജക്ട് ഇൻ ന്യൂ ജേഴ്സി, സോ ദ ഫാമിലി ഹാഡ് റീലൊക്കേറ്റഡ്. അപ്പോൾ അവളുടെ അമ്മക്ക് ഒരു പുതിയ പ്രൊജക്റ്റ് ന്യൂ ജേഴ്സിയിൽ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അവർ ഇങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. റീലൊക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്ഥലം മാറ്റി വന്നിട്ടുള്ളത്. Then ഓൻറ്റിനെറ്റ് ആൻഡ് കുഞ്ഞിച്ചിരുത സൂൺ ബിക്കേം ഫ്രണ്ട്സ്. അങ്ങനെ ഇവർ രണ്ടുപേരും എന്തായി, പെട്ടെന്ന് തന്നെ ഫ്രണ്ട്സ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. കുഞ്ഞിച്ചിരുത വാസ് അമ്യൂസ്ഡ് ടു ഫൈൻഡ് ദാറ്റ് ഹെർ ക്ലാസ്മേറ്റ് ആൻഡ് ടീച്ചേഴ്സ് ഹാഡ് എ ട്രബിൾ പ്രൊനൗൺസിങ് ഓൻറ്റിനെറ്റീസ് നെയിം ടു. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് അവളുടെ ക്ലാസ്സിൽ ഓൾറെഡി കുഞ്ഞിച്ചിരുതയുടെ പേര് പ്രൊനൗൺസ് ചെയ്യാൻ ടീച്ചേഴ്സും ഫ്രണ്ട്സൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ ഈ ഒരു ഓൻറ്റിനെറ്റയുടെ പേരും പ്രൊനൗൺസ് ചെയ്യാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്.
മോസ്റ്റ് ഓഫ് ദം പ്രൊനൗൺസ്ഡ് ഈസ് ആൻ ആൻറ്റനിറ്റ്. ഒരുപാട് പേര് പ്രൊനൗൺസ് ചെയ്യുന്നത് എന്താണ്? ആൻറ്റനിറ്റ് എന്നായിരുന്നു. ബട്ട് കുഞ്ഞിച്ചിരുത ലേൺ ഫ്രം ഓൺറ്റനിറ്റ് ദാറ്റ് ദ നെയിം ഔട്ട് ടു ബി പ്രൊനൗൺസ്ഡ് ഓൺറ്റനിറ്റ്. എന്താണ്? പക്ഷേ കുഞ്ഞിച്ചിരുത പെട്ടെന്ന് തന്നെ അത് ലേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി ഈ പേര് കണ്ടു കഴിഞ്ഞാൽ ആൻറ്റനിറ്റ് എന്നാണ് നമ്മളൊക്കെ വായിക്കുക, പക്ഷെ അത് ഓൺറ്റനിറ്റ് എന്നാണ് കറക്റ്റ് ആയിട്ടുള്ള പ്രൊനൗൺസിയേഷൻ. അപ്പോൾ കുഞ്ഞിച്ചിരുതക്ക് അത് വേഗം തന്നെ കിട്ടി. കുഞ്ഞിച്ചിരുത ട്രൈസ് ടു സേ ഇറ്റ് ദാറ്റ് വേ. അപ്പോൾ കുഞ്ഞിച്ചിരുത എങ്ങനെയാണത് പ്രൊനൗൺസ് ചെയ്തത്? ഓൺ ദ്വ നെറ്റ്. അങ്ങനെ 3 ഘട്ടമായിട്ട് അവിടെ കൊടുത്തിട്ടില്ല. ഓൺ ദ്വ നെറ്റ് അങ്ങനെയാണ് അവർ കുഞ്ഞിച്ചിരുത പ്രൊനൗൺസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവൾക്ക് പെട്ടെന്ന് അത് ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. ഷീ ഫോണ്ട് ടു ഹെർ സർപ്രൈസ് ദാറ്റ് ഷീ ഗോട്ട് ഇറ്റ് റൈറ്റ് ആഫ്റ്റർ എ ഫ്യൂ ട്രയൽസ്. അങ്ങനെ കുറച്ച് നേരം അവളത് പ്രാക്ടീസ് ചെയ്തപ്പോൾ അവൾക്ക് പെട്ടെന്ന് തന്നെ അത് പറയാൻ വേണ്ടി പറ്റി. ഷീ വാസ് ഈക്വലി സർപ്രൈസ്ഡ് ടു ഫൈൻഡ് ആന്റണിറ്റ് പ്രൊനൗൺസ് her name fairly well, especially the na. എന്താണ്? ഇതേപോലെ തന്നെ നമ്മുടെ ഓൺറ്റനിറ്റൊക്കെ കുഞ്ഞിച്ചിരുതയുടെ പേര് പറയാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. പ്രത്യേകിച്ച് ഏത് കുഞ്ഞി ഒരു ഞി എന്നുള്ളതാണ് പ്രൊനൗൺസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. ഓൺറ്റനിറ്റ് വിസിറ്റഡ് കുഞ്ഞിച്ചിരുത അറ്റ് ഹെർ ഹോം എ ഫ്യൂ ഡേയ്സ് ലേറ്റർ. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഓൺറ്റനിറ്റ നമ്മുടെ കുഞ്ഞിച്ചിരുതയുടെ വീടൊന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നു. കുഞ്ഞിച്ചിരുത ഫൗണ്ട് ടു ഹെർ അമ്യൂസ്മെന്റ് ദാറ്റ് അമ്മ കുഡ് നോട്ട് സേ ഓൺറ്റനിറ്റ് നെയിം റൈറ്റ്. അപ്പോഴാണ് നമ്മുടെ കുഞ്ഞിച്ചിരുത മനസ്സിലാക്കിയത് കുഞ്ഞിച്ചിരുതയുടെ അമ്മക്കും ഈ ഒരു പേര് പ്രൊനൗൺസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. സോ ഹി ഹാഡ് ടു ബിക്കം ഹെർ മദേഴ്സ് ലാംഗ്വേജ് ടീച്ചർ ഫോർ എ മൊമെൻറ്റ്. അങ്ങനെ കുറച്ച് സമയത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞിച്ചിരുത അവളുടെ അമ്മയ്ക്ക് ടീച്ചറായിട്ട് മാറുകയാണ് ചെയ്തിട്ടുള്ളത്. കറക്റ്റായിട്ട് നമ്മുടെ ഓൺറ്റനിറ്റയുടെ പേര് പ്രൊനൗൺസ് ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി എന്ന് പറയുന്നത്. ഓക്കെ, കുഞ്ഞു സ്റ്റോറിയാണ്, പക്ഷേ നെയിംസിനെ കുറിച്ചിട്ടാണ് അല്ലേ. പല നെയിംസ് നമുക്കും പ്രൊനൗൺസ് ചെയ്യാൻ വേണ്ടി പറ്റാറില്ല. പ്രത്യേകിച്ച് എസ്പെഷ്യലി നമ്മുടെ പേര് പുറത്തുള്ളവർക്ക് പ്രൊനൗൺസ് ചെയ്യാൻ, പ്രത്യേകിച്ച് ഴ അങ്ങനെയുള്ള പേരുകളൊക്കെ പറയാൻ വളരെയധികം ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്കിതിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കൂടെ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് കുഞ്ഞിച്ചിരുത ലവ് ഡൂയിങ് അറ്റ് ദ ഗേറ്റ്. ആ ഗേറ്റിൻ്റെ അവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാണ് കുഞ്ഞിച്ചിരുതക്ക് ഇഷ്ടം? ഷീ സ്റ്റൂഡ് അറ്റ് ദ ഗേറ്റ് ഗേസിങ് അറ്റ് ദ സ്ട്രീറ്റ്. അവൾക്ക് ആ സ്ട്രീറ്റിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കണം അവിടെ നിന്നിട്ട്. ഷീ ലവ് ടു ലുക്ക് അറ്റ് പാസിംഗ് വെഹിക്കിൾസ് ആൻഡ് പെഡസ്ട്രിയൻസ്. അപ്പോൾ അതിൽ തന്നെ പോകുന്ന വെഹിക്കിൾസ് അതുപോലെ തന്നെ പെഡസ്ട്രിയൻസ് അവരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കാൻ അവൾക്ക് വളരെയധികം ഇഷ്ടമാണ്. കാൽനട യാത്രക്കാരെയും വാഹനങ്ങളെയും ഒക്കെ നോക്കി നിൽക്കാൻ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ക്ലൈമറ്റ് ലൈക്ക്. അവിടെയുള്ള ക്ലൈമറ്റ് എങ്ങനെയുള്ളതാണ്? ഇറ്റ് വാസ് ദ എൻഡ് ഓഫ് വിൻ്റർ, ദ എയർ വാസ് വാർമിംഗ് അപ്പ്. ആക്ച്വലി അവിടെ വിൻ്ററിൻ്റെ എൻഡാണ്, പക്ഷേ എന്താണ് എയർ വളരെ വാർമിംഗ് അപ്പ് ആയിട്ടുള്ള ഒരു എയർ ആണ്, നമുക്കൊരു എനർജി തരുന്ന ഒരു വാർമിംഗ് അപ്പ് നൽകുന്ന എയർ ആണ് അവിടെ ഉള്ളത്. ബട്ട് ദർ വാസ് സ്റ്റിൽ ദ ഒക്കേഷണൽ കോൾഡ് വിൻഡ്. പക്ഷെ അവിടെ സ്ഥിരമായിട്ടുള്ള ഒരു ഒക്കേഷണൽ ആയിട്ടുള്ള കോൾഡ് വിൻഡ് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഇറ്റ് ഹാഡ് ബി എ കോൾഡ് വിൻ്റർ. ആക്ച്വലി അവിടെ ഒരു കോൾഡ് വിൻ്ററിൻ്റെ ടൈമാണ് ഇപ്പോൾ. വിൻ്റർ എന്ന് പറയുമ്പോൾ നല്ല വിൻ്റർ ഉണ്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ എന്ന് പറയുന്നത് എൻഡ് ഓഫ് വിൻ്റർ ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ക്ലൈമറ്റ് ഉള്ളത്. തേർഡ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് കുഞ്ഞിച്ചിരുത പെർസിൽ അബൌട്ട് ദ വേരിയിങ് ലെങ്ത് ഓഫ് ദ ഡേ ആൻഡ് നൈറ്റ്. എന്തുകൊണ്ടായിരുന്നു കുഞ്ഞിച്ചിരുതക്ക് അവിടുത്തെ ഡേയും നൈറ്റിലും ആകെ കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു കുഴപ്പം തോന്നിയത്? എന്തുകൊണ്ടാണ്? ബിക്കോസ് വെൻ ഷീ അറൈവ്ഡ് ഇൻ ജൂലൈ ദ സൺസെറ്റ് ഓൺലി അറ്റ് 8:30. അവൾ ജൂലൈയിൽ അവിടെ എത്തിയപ്പോൾ അവിടുത്തെ സൺസെറ്റ് എന്ന് പറയുന്നത് 8:30 ദ ഡേ വാസ് മോർ ദാൻ 50 hours ലോങ്. അവിടെ ഡേ ടൈം എന്ന് പറയുന്നത് 15 മണിക്കൂറായിരുന്നു. നൗ ദ സൺസെറ്റ് എ ലിറ്റിൽ ബിഫോർ 5. പക്ഷേ ഇപ്പോൾ അതിനേക്കാൾ 5 മണിക്കൂർ മുന്നേയാണ്. ആൻഡ് ദ ഡേ ലാസ്റ്റഡ് ഓൺലി എ ലിറ്റിൽ ലെസ് ദാൻ 10 hours. ഇപ്പോൾ ഡേ ടൈം ഒരു 10 മണിക്കൂറായിട്ട് കുറഞ്ഞിട്ടുമുണ്ട്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, വൈ വാസ് കുഞ്ഞിച്ചിരുത സ്റ്റാറ്റ്ലഡ്. എന്തുകൊണ്ടാണ് അവൾ പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞത്? എന്തുകൊണ്ടാണ്? ഷി വാസ് സ്റ്റാറ്റ്ലഡ് ബിക്കോസ് ഹെർ ക്ലാസ്മേറ്റ് കേറ്റ് കോൾഡ് ഹെർ നെയിം വൈൽ ഷി വാസ് ഗേസിങ് ദ സ്ട്രീറ്റ്. അവൾ സ്ട്രീറ്റിലേക്ക് നോക്കി നിൽക്കുന്ന സമയത്താണ് അവളുടെ ക്ലാസ്മേറ്റ് കേറ്റ് അവളുടെ പേര് വിളിച്ചത്. അതാണ് അവൾ പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞു പോയത്. ഓക്കെ, നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്, വൈ ഡിഡൻറ്റ് കുഞ്ഞിച്ചിരുത ഫീൽ എ സ്ട്രേഞ്ചർ അറ്റ് ദ സ്കൂൾ. എന്തുകൊണ്ടാണ് കുഞ്ഞിച്ചിരുതക്ക് ഒരു സ്ട്രേഞ്ചർ, ഒരു അപരിചിതത്വ ഫീലൊന്നും സ്കൂളിൽ ഇല്ലാതിരുന്നത്? എന്തുകൊണ്ടാണ്? യെസ്, ഹെർ ക്ലാസ്മേറ്റ്സ് ആൻഡ് ടീച്ചേഴ്സ് വെർ വെരി കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ. അവളുടെ ക്ലാസ്മേറ്റ്സും ടീച്ചേഴ്സൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. ഷീ ഡിഡ് നോട്ട് ഫീൽ എ സ്ട്രേഞ്ചർ അറ്റ് ദ സ്കൂൾ. അവൾക്ക് സ്കൂളിൽ ഒരിക്കലും ഒരു സ്ട്രേഞ്ചർ ഫീലൊന്നും ഉണ്ടായില്ല. മിസ് ഹോപ്കിൻസ് ഹു ടോട്ട് മാത്തമാറ്റിക്സ് വെൻറ്റ് ഔട്ട് ഹെർ വേ ടു
മേക്ക് ഹെർ കംഫർട്ടബിൾ. അതുപോലെ തന്നെ അവളുടെ മാത്ത് ടീച്ചറായിട്ടുള്ള മിസ് ഹോപ്കിൻസും അവളെ വളരെയധികം അവളുടെ വേയിൽ കംഫർട്ടബിൾ ആകുന്ന രീതിയിലായിരുന്നു ക്ലാസ്സൊക്കെ എടുത്തിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 6th ക്വസ്റ്റ്യൻ ആണ്. വൈ ഡിഡ് കുഞ്ഞിച്ചിരുത തിങ്ക് ഇറ്റ് വാസ് റൂഡ് ടു കോൾ പ്രകാശ് ബൈ നെയിം? എന്തുകൊണ്ടാണ് കുഞ്ഞിച്ചിരുത പ്രകാശ് എന്നുള്ള പേര് വിളിക്കുന്നത് റൂഡാണെന്ന് ചിന്തിച്ചത്? എന്താണ്? ഓൾ ഹെർ ക്ലാസ്മേറ്റ്സ് കോൾഡ് ഹിം മിസ്റ്റർ പ്രകാശ്. അപ്പോൾ അവളുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും അദ്ദേഹത്തെ മിസ്റ്റർ പ്രകാശ് എന്നാണ് വിളിച്ചിരുന്നത്. കുഞ്ഞിച്ചിരുത തോട്ട് ഇറ്റ് റൂഡ്. അപ്പോൾ കുഞ്ഞിച്ചിരുത വിചാരിച്ചു ഇത് വളരെ റൂഡാണ് എന്ന് വിചാരിച്ചു. ബാക്ക് ഹോം കേരള ഷീ വുഡ് ഹാവ് കോൾഡ് ഹിം പ്രകാശ് അങ്കിൾ. അപ്പോൾ അവൾ കേരളത്തിലാണെങ്കിൽ അവൾ പ്രകാശ് അങ്കിൾ എന്നാണ് വിളിക്കുമായിരുന്നത്. അതുകൊണ്ടാണ് മിസ്റ്റർ പ്രകാശ് എന്ന് വിളിച്ചപ്പോൾ റൂഡായിട്ട് അവൾക്ക് തോന്നിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് വാസ് കുഞ്ഞിച്ചിരുതാസ് റിയാക്ഷൻ വെൻ പ്രകാശ് പ്രൊനൗൺസ്ഡ് ഹെർ നെയിം കറക്റ്റ്ലി? അപ്പോൾ പ്രകാശ് അവളുടെ പേര് കറക്റ്റായിട്ട് വിളിച്ചപ്പോൾ എന്തായിരുന്നു അവളുടെ റിയാക്ഷൻ? കുഞ്ഞിച്ചിരുത വാസ് ഡിലൈറ്റഡ്. അവൾക്ക് വളരെയധികം സന്തോഷം തോന്നി. പ്രകാശ് അങ്കിൾ ദ ഫസ്റ്റ് പേഴ്സൺ ഔട്ട്സൈഡ് ഹെർ ഫാമിലി ടു പ്രൊനൗൺസ് ഹെർ നെയിം പെർഫെക്റ്റ്ലി. അപ്പോൾ അവളുടെ വീട്ടിൽ നിന്നും പുറത്ത് ഒരാൾ ആദ്യമായിട്ടാണ് ആ ന്യൂ ജേഴ്സിയിൽ അവളുടെ പേര് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്തിട്ടുള്ളത്. ഷീ നോട്ടഡ് ഹെർ ഹെഡ് ആൻഡ് ബീംഡ് അറ്റ് ഹിം. അവൾ ശരിയായ രീതിയിലാണ് എന്ന രീതിയിൽ അവൾ ഇങ്ങനെ തലയാട്ടി അദ്ദേഹത്തിന് മുമ്പിൽ ഇങ്ങനെ തലയാട്ടി കാണിക്കുകയാണ് ചെയ്തത്. 8th ക്വസ്റ്റ്യൻ നോക്കാം. വൈ വാസ് പ്രകാശ് സർപ്രൈസ് അറ്റ് കുഞ്ഞിച്ചിരുതാസ് നെയിം? അപ്പോൾ കുഞ്ഞിച്ചിരുതയുടെ പേര് കേട്ടപ്പോൾ എന്തുകൊണ്ടാണ് പ്രകാശിന് സർപ്രൈസ് ആയിട്ട് തോന്നിയത്? എന്താണ്? പ്രകാശ് വാസ് സർപ്രൈസ്ഡ് ബിക്കോസ് കുഞ്ഞിച്ചിരുത വാസ് ആൻ വെരി ഓൾഡ് ഫാഷൻ നെയിം. കാരണം ഇത് വളരെ ഓൾഡ് ആയിട്ടുള്ള ഒരു നെയിമാണ്. ഹി വണ്ടേർഡ് ഹൗ എ ചൈൽഡ് ഓഫ് ടുഡേ ഗോഡ് സച്ച് എ ഓൾഡ് നെയിം. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ കുട്ടികൾക്ക് ഇത്രയും പഴയ പേരുണ്ടോ എന്നുള്ളത് അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. നെക്സ്റ്റ് 9th ക്വസ്റ്റ്യൻ. ഹൗ ഡിഡ് കുഞ്ഞിച്ചിരുത ഗെറ്റ് ഹെർ നെയിം? എങ്ങനെയാണ് കുഞ്ഞിച്ചിരുതക്ക് അവളുടെ പേര് കിട്ടിയത്? ഷീ ഗോട്ട് ഹെർ നെയിം ഫ്രം ഹെർ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ഹു ബിക്കേം എ സ്കൂൾ ടീച്ചർ അറ്റ് ദ ഏജ് ഓഫ് 18. അപ്പോൾ 18 വയസ്സായപ്പോൾ സ്കൂൾ ടീച്ചറായിട്ടുള്ള അവളുടെ ഗ്രേറ്റ് ഗ്രാൻഡ് മദറിൽ നിന്നാണ് അവൾക്ക് ഈ പേര് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 10th ക്വസ്റ്റ്യൻ ആണ്. വാട്ട് സർപ്രൈസ് കുഞ്ഞിച്ചിരുത വെൻറ്റ് ആൻ്റണിറ്റ് പ്രൊനൗൺസ് ഹെർ നെയിം റൈറ്റ്? കുഞ്ഞിച്ചിരുത ആൻ്റണിറ്റ് അവളുടെ പേര് കറക്റ്റായിട്ട് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് സർപ്രൈസ് ആയി പോയത്? കുഞ്ഞിച്ചിരുത വാസ് സർപ്രൈസ്ഡ് ദാറ്റ് ആൻ്റണിറ്റ് ഗുഡ് പ്രൊനൗൺസ് ദ ഡിഫിക്കൽട്ട് സൗണ്ട് ദാറ്റ് മോസ്റ്റ് അതേഴ്സ് സ്ട്രഗിൾഡ് വിത്ത്. അപ്പോൾ കുഞ്ഞി എന്നുള്ള ഞാ എന്നുള്ള സൗണ്ട് കറക്റ്റായിട്ട് നമ്മുടെ ആൻ്റണിറ്റ് പ്രൊനൗൺസ് ചെയ്തപ്പോൾ കുഞ്ഞിച്ചിരുതക്ക് വളരെയധികം സർപ്രൈസ് തോന്നി. കാരണം എല്ലാവരും അത് വെച്ചിട്ടാണ് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വൈ ഡു യു തിങ്ക് ആൻ്റണിറ്റ് വാസ് ഏബിൾ ടു പ്രൊനൗൺസ് കുഞ്ഞിച്ചിരുതാസ് നെയിം വെരി വെൽ? അപ്പോൾ എന്തുകൊണ്ടാണ് കുഞ്ഞിച്ചിരുതയുടെ പേര് ആൻ്റണിറ്റ് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാനുള്ള കാരണം? ആൻ്റണിറ്റ് ഓൾസോ എക്സ്പീരിയൻസ്ഡ് പീപ്പിൾ മിസ്പ്രൊനൗൺസിങ് ഹെർ നെയിം, സോ ഷീ അണ്ടർസ്റ്റുഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ആൻഡ് മെയ്ഡ് എഫേർട്ട് ടു ലേൺ. ആക്ച്വലി എന്താണ്, നമ്മുടെ ആൻ്റണിറ്റയുടെ പേരും എല്ലാവരും മിസ്പ്രൊനൗൺസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അവൾക്കറിയാം അതിൻ്റെ ഡിഫിക്കൽറ്റി എത്രത്തോളം ഉണ്ട്, മറ്റുള്ള ആളുകൾ മിസ്പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അവൾക്കുണ്ടാവുന്ന ഇത് എത്രത്തോളം ഉണ്ടെന്നൊക്കെ അവൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവൾ ശരിയായിട്ട് നമ്മുടെ കുഞ്ഞിച്ചിതയുടെ പേര് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിലെ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആക്ടിവിറ്റീസ് ആണ് നോക്കാനുള്ളത്. ഉടൻ തന്നെ നമുക്ക് ആക്ടിവിറ്റീസും കൂടെ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.